നമസ്കാരം. കൊട്ടേഷനും നടത്തിയയാൾക്കും അടുത്ത ബന്ധമുണ്ടെന്ന് അറിയുമ്പോൾ കേരളം ഞെട്ടേണ്ടതാണ്. എന്നാൽ അത്തരം ഞെട്ടലുകളൊന്നും കുറച്ചു കാലമായി കേരളീയർക്കില്ല. കാരണം പാർട്ടിക്ക് വേണ്ടി കൊലപാതകം നടത്തിയാൽ അവരെ രക്ഷിക്കാൻ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങുന്നവരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. സൂരജ് എന്ന ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ട് 20 വർഷത്തിന് ശേഷം കോടതി വിധി വരുമ്പോൾ അതിനെ അട്ടിമറിക്കുമെന്ന് CPM നേതാക്കൾ പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതിന് കാരണം കോടതി ശിക്ഷിക്കപ്പെട്ടവരിൽ മുഖ്യപ്രതികളിൽ ഒരാൾക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായുള്ള ബന്ധമാണ്. സൂരജ് വധക്കേസിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ടവരിൽ ഒരാളായ മനോരാജ് നാരായണൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ് സെക്രട്ടറി PM മനോജിന്റെ സ്വന്തം സഹോദരനാണ്. BJP RSS പ്രവർത്തകനായ മുഴപ്പിലങ്ങാട് എളമ്പിലായി ചന്ദ്രന്റെ മകൻ സൂരജിനെ രാഷ്ട്രീയ വിരോധം വെച്ച് മനഃപൂർവ്വം കൊല്ലണമെന്ന ഉദ്ദേശത്തോടുകൂടി 2005 ഓഗസ്റ്റ് 5-ന് CPM നേതാക്കന്മാരായ പ്രഭാകരൻ മാസ്റ്റർ, KV പത്മനാഭൻ, മന്തമ്പേത്ത് രാധാകൃഷ്ണൻ, തെക്കുംപാടൻ പൊയിൽ രവീന്ദ്രൻ എന്നിവർ മുഴപ്പിലങ്ങാട് കുളംബസാറിലുള്ള ലോട്ടറി സ്റ്റാളിനടുത്ത് വെച്ചും കൂടക്കടവ് കൃഷ്ണപിള്ള സ്മാരക മന്ദിരത്തിനകത്ത് വെച്ചും ഗൂഢാലോചന നടത്തി കൊലപ്പെടുത്തിയതാണ്. സൂരജിനെ കൊല ചെയ്യാൻ PK ഷംസുദ്ദീനെ ചുമതലപ്പെടുത്തി. കുറ്റകൃത്യം ഏറ്റെടുത്ത ഷംസുദ്ദീൻ NV യോഗേഷിനെയും ഷംജിത്തിനെയും PM മനോരാജിനെയും ഏർപ്പാടാക്കി. സൂരജിനെ എങ്ങനെ കൊലപ്പെടുത്തണമെന്നതടക്കം ആസൂത്രണം ചെയ്തത് മനോരാജ് അടക്കമുള്ളവരാണ്. ഇതിനായി സംഘത്തെ ഒരുക്കിയതും മനോരാജും സംഘവും ചേർന്നാണ്. മനോരാജ് TK രജീഷിനെയും ചുമതലപ്പെടുത്തിയ ശേഷം 2005 ഓഗസ്റ്റ് 7-ന് രാവിലെ 8:40-ന് മഴു, വാൾ തുടങ്ങിയ മാരകായുധങ്ങളുമായി നെയ്യോത്ത് സജീവൻ ഓടിച്ച ഓട്ടോറിക്ഷയിൽ മുഴപ്പിലങ്ങാട് FCI ജംഗ്ഷനിലെത്തി. ആയുധങ്ങളുമായി പ്രതികളെ കണ്ടുടനെ വീട്ടിലേക്ക് ഓടി രക്ഷപ്പെടുന്നതിനിടെ സൂരജ് BSNL ടെലിഫോൺ എക്സ്ചേഞ്ചിനടുത്തുള്ള മയൽക്കുറ്റിയിൽ തട്ടി വീഴുകയും വെട്ടട കൊല്ലട എന്ന് ആക്രോശിച്ചുകൊണ്ട് യോഗേഷ് സൂരജിന്റെ കഴുത്തിന് ആഞ്ഞു വെട്ടുകയും പിന്നാലെ ഓടിയെത്തിയ TK രജീഷ് മഴുകൊണ്ട് തലയ്ക്ക് വെട്ടുകയും ഷംസുദ്ദീൻ, ഷംജിത്ത്, മനോരാജ് എന്നിവർ വാളുകൊണ്ട് ശരീരമാസകലം വെട്ടിക്കൊലപ്പെടുത്തുകയുമായിരുന്നു. 2012-ൽ TK രജീഷിനെ TP ചന്ദ്രശേഖരൻ വധക്കേസിൽ അറസ്റ്റ് ചെയ്ത സമയത്താണ് സൂരജ് വധക്കേസിൽ ഞാനും നാരായണൻ എന്ന മനോരാജും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് കുറ്റസമ്മത മൊഴി നൽകിയത്. ഈ മൊഴിയോടെയാണ് PM മനോജിന്റെ സഹോദരൻ കേസിൽ പ്രതിയാകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ K ദാമോദരൻ, TK രത്നകുമാർ എന്നിവർ കേസ് പുനരന്വേഷിക്കുകയും പ്രതിസ്ഥാനത്ത് ഉൾപ്പെടുകയും ചെയ്തു. കേസിലെ 5ാം പ്രതിയാണ് മനോരാജ്. സൂരജ് വധത്തിന് ശേഷം മനോരാജ് കണ്ണൂരിലെ കൊട്ടേഷൻ സംഘങ്ങളുടെ തലതൊട്ടപ്പനായി മാറിയിരുന്നു. സ്വർണ്ണക്കടത്തും പൊട്ടിക്കലുമെല്ലാമായിരുന്നു മനോരാജിന്റെ മേഖല. ദേശാഭിമാനിയുടെ ചുമതലക്കാരനായി മനോജ് ഉണ്ടായിരുന്ന വേളയിലാണ് സഹോദരൻ കൊലക്കേസിൽ പെടുന്നത്. PM മനോജ് പിന്നീടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയത്. അതിനുശേഷം വിവാദങ്ങളിലൊന്നും മനോരാജ് നാരായണൻ ചെന്നുപെട്ടില്ല. കരുതലോടെയായിരുന്നു യാത്ര. ഈ കരുതലിനിടയിലാണ് വീണ്ടും മനോരാജ് നാരായണന്റെ പേര് ചർച്ചകളിലേക്ക് എത്തുന്നത്. അതും രാഷ്ട്രീയ കൊലപാതകത്തിൽ കോടതി ശിക്ഷിക്കപ്പെട്ടതിന്റെ പേരിൽ. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് അന്നത്തെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിരുന്ന ഷാഫി പറമ്പിലാണ് മനോരാജ് എന്ന MM മനോജിന്റെ സഹോദരനെ ഇതിനു മുമ്പ് അവസാനമായി വിവാദങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതന്റെ സഹോദരനെതിരെ നേരത്തെ കൊട്ടേഷൻ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഷാഫിയുടെ ആരോപണങ്ങൾ അന്ന് ചർച്ചയായത്. കണ്ണൂരിലെ CPM-ലെ അതിശക്തരിൽ ഒരാളായിരുന്നു മനോരാജ് നാരായണൻ. P ജയരാജനുമായിട്ടായിരുന്നു കൂടുതൽ അടുപ്പം. TP കേസിൽ കുഞ്ഞനന്തൻ ജയിലിലായ ശേഷം CPM-ൽ മനോരാജ് നാരായണൻ ഏറെ കരുത്തനായി മാറുകയും ചെയ്തു. ആകാശ് തില്ലങ്കേരിയുമായി മനോരാജ് നാരായണൻ അടുത്ത ബന്ധമുണ്ടെന്നാണ് ഷാഫി പറമ്പിൽ നേരത്തെ ഉന്നയിച്ച ആരോപണം. കൊടിസുനിയുമായുള്ള അടുപ്പവും പ്രതിപക്ഷം ചർച്ചയാക്കിയിരുന്നു. ഇപ്പോൾ TP കേസിലെ പ്രതി TK രജീഷ് പ്രതിയായ രാഷ്ട്രീയ കൊലക്കേസിൽ കുറ്റവാളിയുമാകുന്നു മനോരാജ് നാരായണൻ. PM മനോജിനെ പോലെ മുമ്പ് സോഷ്യൽ മീഡിയയിലും സജീവമായിരുന്നു മനോരാജ്. പാർട്ടി വിരുദ്ധമായതൊന്നും പോസ്റ്റ് ചെയ്യാറില്ല. വിവാദമുണ്ടാകാൻ സാധ്യതയുള്ള ഫോട്ടോകൾ പോലും ഫേസ്ബുക്കിലില്ല. സൗമ്യമായ ഇടപെടലും സോഷ്യൽ മീഡിയയിൽ നടത്തി. അതുകൊണ്ട് തന്നെ പ്രത്യക്ഷത്തിൽ വിവാദമുണ്ടാക്കുന്നതൊന്നും നിലവിലില്ല. RSS പ്രവർത്തകനെ കൊന്ന കേസിനൊപ്പം കൂത്തുപറമ്പിൽ ആയുധശേഖരം സൂക്ഷിച്ച കേസിലും പ്രതിയാണ് ഇയാൾ. കൂത്തുപറമ്പ് പുറക്കളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘത്തിന് ആകാശ് തില്ലങ്കേരി, കൊടിസുനി എന്നിവരുടെ സംഘവുമായി അടുത്ത ബന്ധമുണ്ടെന്നും നേരത്തെ ആരോപണം ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് മനോരാജ് നാരായണനെതിരെ ഷാഫി പറമ്പിൽ ആരോപണം ഉന്നയിക്കാനുള്ള പ്രധാന കാരണവും.